ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ ദുർബലനായി മൂന്നാമത് അധികാരത്തിലെത്തുന്ന നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നത് ദുഷ്കരമായ ദിനങ്ങളായിരിക്കുമെന്ന് തെളിയിച്ച് ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി. എക്സിറ്റ് പോളിന്റെ മറവിൽ നരേന്ദ്രമോദിയുടെ അറിവോടെ ഓഹരി കുംഭകോണം നടന്നുവെന്നാണ് രാഹുലിന്റെ ഗുരുതര ആരോപണം. പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ മോദിയെ മുൾമുനയിൽ നിർത്തി രാഹുൽ ഉന്നയിച്ച ഓഹരി കുംഭകോണം എന്താണ്? 13th May 2024, the Home Minister says, buy shares before 4th of June. This is a clear indication to retail investors and others to buy stock. 19th May, for the first time, and then repeatedly until the 28th May, the Prime Minister says that the stock market is going to break records on 4th June. Finally, on 1st June, completely fictitious exit polls are released. These investors are given a completely wrong impression. And on the 3rd of June, as we all know, the stock market breaks all records and then crashes on the 4th of June. ഇതാണ് രാഹുലിന്റെ ആരോപണം. അതായത് മെയ് 13-ന് NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആഹ്വാനം ചെയ്യുന്നു ധൈര്യമായി ഓഹരി വാങ്ങാമെന്ന്. 19-ന് NDTV പ്രോഫിറ്റ് എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മോദിയും പറഞ്ഞു ജൂൺ 4-ന് ഓഹരി വിപണി റെക്കോർഡിലെത്തുമെന്ന്. ശ്രദ്ധിക്കണം, അദാനിയുടെ ഉടമസ്ഥതയിലുള്ള TV ചാനലാണ് NDTVയും NDTV പ്രോഫിറ്റും. ഓഹരി വിപണിയിൽ കൃത്രിമം കാട്ടിയെന്ന ആരോപണം നേരിടുന്ന അദാനിയുടെ ചാനലിലൂടെ തന്നെയാണ് മോദിയും അമിത്ഷായും നിക്ഷേപം നടത്താൻ പറഞ്ഞത്. ഇത് രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ഓഹരി കുംഭകോണമാണെന്നാണ് രാഹുലിന്റെ ആരോപണം. എന്താണ് ഈ ഓഹരി തട്ടിപ്പ് ആരോപണമെന്ന് നോക്കാം. തെരഞ്ഞെടുപ്പിന് മുമ്പേ രാജ്യത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അതാത് സർക്കാരുകൾക്ക് രഹസ്യ റിപ്പോർട്ട് നൽകാറുണ്ട്. രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ വിധി എഴുതും എന്നൊക്കെയുള്ള ആദ്യ സൂചനകൾ സർക്കാരിന് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ മോദി സർക്കാരിനും കിട്ടിയ റിപ്പോർട്ട് 220 സീറ്റേ BJPക്കുള്ളൂവെന്ന് റിപ്പോർട്ടിലുണ്ടെന്നാണ് രാഹുൽ പറഞ്ഞത്. അതായത് കേവല ഭൂരിപക്ഷം BJPക്ക് കിട്ടില്ലെന്ന്. ഇങ്ങനെ നേരത്തെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തോൽക്കുമെന്ന് മോദിക്കും അമിത്ഷായ്ക്കും ഉറപ്പായി. എന്നിട്ടും അവർ നിക്ഷേപം നടത്താൻ ആഹ്വാനം ചെയ്തു. ചെറുകിട നിക്ഷേപകർ അത് വിശ്വസിച്ച് നിക്ഷേപം നടത്തി. ജൂൺ 1-ന് അവസാനഘട്ട പോളിംഗും കഴിഞ്ഞതിന് പിന്നാലെ BJPക്ക് വലിയ ഭൂരിപക്ഷം പ്രവചിച്ച് വിവിധ മാധ്യമങ്ങൾ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടു. ജൂൺ 2 ഞായറാഴ്ചയാണ്. തൊട്ടടുത്ത ദിവസം ജൂൺ 3 തിങ്കളാഴ്ച. ഓഹരി വിപണിയിൽ അസാധാരണ കുതിപ്പുണ്ടാകുന്നു. സ്വാഭാവികമായും ചെറുകിട നിക്ഷേപകർ വാങ്ങുന്നത് സർക്കാരിനോട് അടുപ്പമുള്ള കമ്പനികളുടെ ഓഹരികളാകും. അന്ന് ഏറ്റവും കൂടുതൽ നേട്ടം അദാനി കമ്പനികൾക്കായിരുന്നു. ജൂൺ 3-ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ടായ മൂല്യവർധന 14 ലക്ഷം കോടി രൂപ. അദാനിയുടെ ഓഹരികളിൽ രാവിലെ തന്നെ ഉയർന്നത് 16%. അദാനിയുടെ 10 ലിസ്റ്റഡ് കമ്പനികളുടെ ആകെ വിപണി മൂല്യം 1.4 ലക്ഷം കോടി ഉയർന്ന് 19.24 ലക്ഷം കോടിയായി. ഏറ്റവും നേട്ടമുണ്ടാക്കിയത് അദാനി പവറും അദാനി പോർട്ടുമാണ്. പക്ഷെ ജൂൺ 4-ന് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എക്സിറ്റ് പോളുകൾക്ക് കടകവിരുദ്ധം. BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. അതോടെ ഓഹരി വിപണികൾ ഇടിഞ്ഞു. ചെറുകിട നിക്ഷേപകർക്ക് 30 ലക്ഷം കോടി രൂപയുടെ നഷ്ടം. ഈ നഷ്ടം തീർത്തും സ്വാഭാവികമായി സംഭവിച്ചതാണോ അതോ ആരുടെയെങ്കിലും തിരക്കഥയാണ്? ഇവിടെ വ്യക്തത വേണ്ട ചില കാര്യങ്ങൾ ഇവയാണ്. 1. 158% വരെ പൊരുത്തക്കേടുള്ള എക്സിറ്റ് പോൾ പുറത്തു വന്നത് ഗൂഢാലോചനയാണോ? 2. എക്സിറ്റ് പോളിന് പിന്നാലെ വിപണിയിലുണ്ടായ മുന്നേറ്റം ആസൂത്രിതമാണോ? 3. ജൂൺ 3-ന് ഉയർന്ന വിലയുള്ളപ്പോൾ ലാഭമെടുക്കൽ നടത്തിയത് ആരൊക്കെ? ഇതിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നിർമ്മല സീതാരാമന്റെയും പങ്ക് എന്തെന്ന് അന്വേഷിക്കണമെന്നാണ് രാഹുൽ ആവശ്യപ്പെടുന്നത്. വേണ്ടത് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണമാണെന്നും രാഹുൽ പറയുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇങ്ങനെ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ രാജ്യത്തെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്.